തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ UDF ഭരണം നിലനിർത്തിയത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനകീയ അംഗീകാരമാണെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ. UDFന്റെ വിജയം കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി മുഹമ്മദ് ബഷീർ വിലയിരുത്തി. തെറ്റിയെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അംഗീകാരമാണല്ലോ ഒരു തുടർഭരണം മണ്ണാർക്കാട് നഗരസഭയിൽ തന്നത്. അല്ല, ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഒരു 80 വോട്ടിലാണ് 4 വാർഡ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 4 വാർഡ്. അപ്പോൾ അതുകൂടി കൂട്ടുകയാണെങ്കിൽ 17ഉം 4ഉം 21. അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. 18+ കൂട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മണ്ണാർക്കാട് നഗരസഭ നടത്തിയ വികസനങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ്. അതിലൊരു സംശയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾക്ക് തന്ന ആ ഒരു അംഗീകാരം, അതൊരു അഹങ്കാരമില്ലാതെ നല്ല രീതിയിൽ മണ്ണാർക്കാട് നഗരസഭയെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ജനങ്ങൾ തന്നിട്ടുണ്ട്. 17 സീറ്റ് UDFന്റെ സ്ഥാനാർത്ഥികൾ 17 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി. 1-ാം വാർഡിൽ LDFന്റെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എത്ര വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. 2 വോട്ടാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ടില്ല. പക്ഷേ അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി ജമാഅത്തെ ഇസ്ലാമിക്ക് ആ വോട്ട് മറിച്ചു കൊടുത്തു. 19ലെയും 20ലെയും അവരുടെ വിജയം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ, കച്ചവടം ചെയ്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ 2 വാർഡിലെ അവരുടെ വിജയം. അതിന് പകരം അവർ 1-ാം വാർഡിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് LDF സൗകര്യം ചെയ്തു കൊടുത്തു. ഷൗക്കത്ത് എൻ്റെ കാൻഡിഡേറ്റ് അല്ല, UDFന്റെ കാൻഡിഡേറ്റാണ്. അദ്ദേഹം അവിടെ ഒരുപാട് കാലമായിട്ട് പൊതുപ്രവർത്തനം എൻ്റെ കൂടെയാണെങ്കിൽ തന്നെ അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനുള്ളൊരു അംഗീകാരമാണത്. നല്ല ഒരു വിജയമാണ് അവിടുത്തെ ജനങ്ങൾ അവർക്ക് സമ്മാനിച്ചത്. നിങ്ങൾ ഇനി ചോദിക്കാനുള്ളത്, അതായത് മണ്ണാർക്കാട് നഗരസഭയിൽ അടുത്ത ചെയർപേഴ്സൺ ആരായിരിക്കും? അത് പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കും. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും ഒരു ചെയർപേഴ്സൺ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ഉണ്ടാവും. കോൺഗ്രസിന് ഇത്തവണ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കും, ചെയർമാൻ സ്ഥാനം കൊടുക്കും. അല്ല, അതൊക്കെ കാലങ്ങളായിട്ട് ഒരു UDF സംവിധാനത്തിൽ എങ്ങനെയാണ് നടന്നത് എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ തുടരും. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രതീക്ഷിച്ച സീറ്റുകൾ പോയത് എന്താ, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണോ ലീഗിന്റെ ഭാഗത്തു നിന്നാണോ? അതിൽ 2 ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. ഞങ്ങളതിൽ പിന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രസീത വൈസ് ചെയർപേഴ്സൺ തോറ്റത് 9 വോട്ടിനാണ്. ഞങ്ങളുടെ ഷമീർ 3-ാം വാർഡിൽ തോറ്റത് ചോമേരിയിൽ തോറ്റത് വളരെ കുറഞ്ഞ വോട്ടിനാണ്. അതുപോലെ അബിത തോറ്റത് പോസ്റ്റൽ വോട്ടിലാണ് തോറ്റത്. EVM അതിൽ കംപ്ലീറ്റ് 2 വോട്ടർ ഒപ്പത്തിനൊപ്പമായിരുന്നു. അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച വാർഡുകളായിരുന്നു. പിന്നെ മാസിത കാഞ്ഞിരമ്പാടത്ത് തോറ്റത് 50 വോട്ട് താഴെയാണ്. അല്ല, ഇതിൽ വിലയിരുത്തലുകൾ ഞങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു 17+ഉം 18+ ഒക്കെ ഞങ്ങൾ കൂട്ടിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ 80 വോട്ടിൻ്റെ ഇതിലാണ് 4 വാർഡ് നഷ്ടപ്പെട്ടു പറയുമ്പോൾ തന്നെ അതിൽ ഞങ്ങളെ കാൽക്കുലേഷനിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം നിങ്ങൾ പറയുന്നത്, മുൻപ് പറഞ്ഞൊരു സംഭവം, ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അല്ല, ഞാനതിൽ പറയാൻ ഒരുപാട് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് ഇടതുപക്ഷം ഈ പ്രാവശ്യം മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് നിന്ന് മത്സരിച്ച ആളുകൾ 10 സ്ഥാനാർത്ഥികളെ അവരോട് നിർത്തി. അപ്പോൾ ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പെട്ടിയിൽ വീഴേണ്ട വോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളൊരു വിലയിരുത്തുമല്ലോ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞത്. തെറ്റിയെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അംഗീകാരമാണല്ലോ ഒരു തുടർഭരണം മണ്ണാർക്കാട് നഗരസഭയിൽ തന്നത്. അത് ഞങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സീറ്റ് CPM വർദ്ധിപ്പിച്ചു എന്നുള്ളതിൽ പിന്നെ ഞങ്ങളതിൽ കാണുന്നത്, ഞങ്ങൾ 14 സീറ്റുള്ളത് 17 സീറ്റാക്കിയില്ലേ. ഞങ്ങൾ 3 സീറ്റും വർദ്ധിപ്പിച്ചിട്ടില്ലേ. UDFന് 14 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 സീറ്റും കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. 17 സീറ്റായില്ല ഞങ്ങൾക്ക്.
അപ്പോൾ വ്യക്തമായ ഒരു ഭൂരിപക്ഷവും ഒരു ഞങ്ങൾക്കുണ്ടല്ലോ. എന്തായാലും ഞങ്ങളെ പിന്നെ സ്വീകരിച്ച ജനങ്ങൾക്ക്, വോട്ട് ചെയ്ത ആളുകൾക്ക് മുഴുവൻ നന്ദി രേഖപ്പെടുത്തുക. CCN മണ്ണാർക്കാട്.